എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ക്രിസ്തുമസ് പരീക്ഷയ്ക്കായുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ശേഷം ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനം 1. റോയിയും അമ്മയും ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ റോയി നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുകയാണ്. പട്ടിക പൂർത്തിയാക്കുക എന്നതാണ് ചോദ്യം. ഇവിടെ വെള്ളം തിളയ്ക്കുന്നു എന്നത് നൽകിയിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നു എന്നത് ചാലനമാണ്. അടുത്തതായി പാത്രം ചൂടാകുന്നു എന്നത് സംവഹനമാണ്. അടുത്തതായി വികിരണം എന്ന് നൽകിയിട്ടുണ്ട്, അത് ചൂട് അനുഭവപ്പെടുന്നു എന്നിങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ബി ക്വസ്റ്റ്യൻ, സുജാലകങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ഉത്തരം അലുമിനിയം, ചെമ്പ്, ഇരുമ്പ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. അടുത്ത ചോദ്യം, ചാലനത്തിനും സംവഹനത്തിനും താപപ്രേക്ഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണ്? ഉത്തരം തന്മാത്രകൾ മാധ്യമമായി നിലകൊള്ളുന്നു. പ്രവർത്തനം 2. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവിടെ വായ, ചെറുകുടൽ, മലദ്വാരം, വൻകുടൽ, അന്നനാളം, ആമാശയം എന്നിവ നൽകിയിട്ടുണ്ട്. ചോദ്യം നോക്കാം. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ്? ഉത്തരം ചെറുകുടൽ. ബി ക്വസ്റ്റ്യൻ, എന്താണ് പെരിസ്റ്റാൾസിസ്? ഉത്തരം അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. സി ക്വസ്റ്റ്യൻ, മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചവയാണ്. ഇത് അവയുടെ ആഹാര രീതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നോക്കാം. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നതിന് കാരണം മാംസം കടിച്ചു കീറാൻ അവർ ഉപയോഗിക്കുന്നു എന്നതിനാലാണ്. അടുത്ത ചോദ്യം, പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക എന്നതാണ്. ആദ്യമായി തന്നെ ആഹാരം സ്വീകരിക്കലാണ്, ശേഷം ദഹനം, പിന്നെ ആഗിരണം, ശേഷം സ്വാംശീകരണം, പിന്നെ മലവിസർജനം. പ്രവർത്തനം 3. മനുവിന് പനിയാണെന്നാണ് അവൻ്റെ അമ്മ പറഞ്ഞത്. മനുവിൻ്റെ ശരീര താപനില അറിയാനുള്ള ഉപകരണം ഏത്? അതായത് ശരീര താപനില അളക്കുന്ന ഉപകരണം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം തെർമോമീറ്റർ. താപനിലയുടെ യൂണിറ്റുകൾ ഏതെല്ലാം? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. മനുഷ്യൻ്റെ സാധാരണ ശരീര താപനില എത്ര? ഉത്തരം 37 ഡിഗ്രി സെൽഷ്യസ്. ലബോറട്ടറിയിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ലബോറട്ടറി തെർമോമീറ്റർ. പ്രവർത്തനം 4. ശ്വാസകോശത്തിൻ്റെ മാതൃക ശ്രദ്ധിക്കൂ. ഇവിടെ ശ്വാസകോശത്തിൻ്റെ ഒരു മാതൃക നൽകിയിട്ടുണ്ട്. ചോദ്യം നോക്കാം. നിങ്ങളും ശ്വാസകോശത്തിൻ്റെ മാതൃക തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. എ ക്വസ്റ്റ്യൻ, ഈ മാതൃകയിൽ വൈറ്റ് ട്യൂബിൽ ഉറപ്പിച്ച ബലൂണുകൾ ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ട്യൂബിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ശ്വാസകോശം. അടുത്ത ചോദ്യം, ഉച്ഛ്വാസവായുവിൽ 21% ഓക്സിജനും നിശ്വാസവായുവിൽ 15% ഓക്സിജനുമാണുള്ളത്. ഈ വ്യത്യാസത്തിന് കാരണം എന്താണ്? ഉത്തരം നോക്കാം. ശാരീരിക പ്രവർത്തനങ്ങൾക്കായി ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. അടുത്തതായി തന്നിരിക്കുന്ന പ്രസ്താവനകളെ പട്ടികയിൽ ക്രമീകരിച്ചെഴുതാനാണ് ചോദ്യം. ഇവിടെ ഉച്ഛ്വാസം, നിശ്വാസം എന്നിങ്ങനെ രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യമായി തന്നെ ഉച്ഛ്വാസത്തിൽ വരുന്ന പോയിന്റുകൾ നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. മൂന്നാമതായി ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. അപ്പോൾ നിശ്വാസത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു, വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അടുത്തതായി ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു. പ്രവർത്തനം 5. ക്ലാസ്സിൽ ഒരു കുട്ടി നിർമ്മിച്ച
പെരിസ്കോപ്പിൻ്റെ ചിത്രം നോക്കൂ. പെരിസ്കോപ്പിലെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ? വിശദീകരിക്കൂ എന്നതാണ് ചോദ്യം. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന പെരിസ്കോപ്പിൻ്റെ നിർമ്മാണം തെറ്റാണ്. മുകളിലെ സമതല ദർപ്പണം ശരിയല്ല. അതിൻ്റെ പോളിഷ് ചെയ്ത പ്രതലമാണ് മരത്തിന് അഭിമുഖമായി ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ പോളിഷ് ചെയ്യാത്ത ഭാഗമാണ് ചിത്രീകരിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതായി ചിത്രം ശരിയായി വരച്ച് പ്രകാശപാത വിശദീകരിക്കാനാണ്. ചിത്രം ശരിയായി വരക്കുമ്പോൾ ഈ ദർപ്പണം തിരിച്ചു വരച്ചാൽ മതിയാകും. അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം മറുപുറത്തായി വരച്ചാൽ പെരിസ്കോപ്പിൻ്റെ പൂർത്തിയാകുന്നതാണ്. അടുത്ത ചോദ്യം, ഈ ഉപകരണത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര തത്വം ഏത് എന്നാണ്. ഉത്തരം ആവർത്തന പ്രതിപതനം. പ്രവർത്തനം 6. ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം മുൻപിലും പുറകിലും ഇരുവശത്തും കാണാൻ സാധിച്ചു. ചോദ്യം നോക്കാം. കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണ്? ഉത്തരം ആവർത്തന പ്രതിപതനം. 2 സമതല ദർപ്പണങ്ങൾക്ക് ഇടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമെന്ത്? കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. അത് തമ്മിലുള്ള ബന്ധം 360 ഡിവൈഡഡ് ബൈ x-1. അടുത്തത് പട്ടിക പൂർത്തിയാക്കുക എന്ന ചോദ്യമാണ്. കോണളവ് അതോടൊപ്പം തന്നെ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്നിവയുടെ നൽകിയിട്ടുണ്ട്. കോണളവ് 30 ഡിഗ്രി ആകുമ്പോൾ പ്രതിബിംബങ്ങൾ 11 എണ്ണമാണ്. 60 ഡിഗ്രി ആകുമ്പോൾ 5, 90 ഡിഗ്രി ആകുമ്പോൾ 3, 120 ഡിഗ്രി ആകുമ്പോൾ 2. ഇത് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് 360 ഡിവൈഡഡ് ബൈ x-1. ആ എക്സ് എന്ന സ്ഥാനത്ത് നമുക്ക് തന്നിട്ടുള്ള കോണളവ് നൽകുകയാണ് വേണ്ടത്. ആദ്യത്തെ ചോദ്യത്തിൽ 360 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുമ്പോൾ ഉത്തരം 12 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാലാണ് നമുക്ക് 11 പ്രതിബിംബങ്ങൾ എന്ന് ലഭിക്കുന്നത്. അതേപോലെ 60ൻ്റെ നോക്കുകയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 60 എന്നത് 5 ആണ്, 6 ആണ്. 6ൽ നിന്ന് 1 കുറച്ചാൽ 5. ഇനി 90ൻ്റെ നോക്കുകയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 90 എന്നാൽ 4, അതിൽ നിന്ന് 1 കുറച്ചാൽ 3. 360 ഡിവൈഡഡ് ബൈ 120 3 ആണ്, അതിൽ നിന്ന് 1 കുറച്ചാൽ 2. എന്നിങ്ങനെയാണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത്. പ്രവർത്തനം 7. രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക എന്നതാണ്. ഇവിടെ രക്തകോശങ്ങൾ, രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്നിങ്ങനെ 2 കോളം നൽകിയിട്ടുണ്ട്. ചുവന്ന രക്തകോശങ്ങൾ അപ്പോൾ അടുത്തത് 1 എന്ന സ്ഥാനത്ത് വെളുത്ത രക്തകോശങ്ങൾ എന്ന് എഴുതാവുന്നതാണ്. വെളുത്ത രക്തകോശങ്ങൾ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളായി രക്തം എന്നാണ് വരുന്നത്. അടുത്തതായി രക്തകോശങ്ങളുടെ ഒരു ഭാഗമാണ് പ്ലേറ്റ്ലെറ്റ്. രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് രക്തക്കൊഴലുകൾ. അപ്പോൾ രക്തകോശങ്ങൾ, ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റ് എന്നിവയാണ്. രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളായി ഹൃദയം, രക്തം, രക്തക്കൊഴലുകൾ എന്നിവയുമാണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏത് എന്നാണ്. ഉത്തരം ഹീമോഗ്ലോബിൻ. അടുത്ത ചോദ്യം, ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും 2 എണ്ണം എഴുതുക എന്നാണ് ചോദ്യം. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, സമീകൃതമായ ആഹാരം ശീലിക്കുക. പ്രവർത്തനം 8. രാജുവും അച്ഛനും കൂടി രാവിലെ 11 മണിക്ക് ബീച്ചിൽ പോയി അവിടെ ഏതാനും മണിക്കൂറുകൾ ചിലവഴിച്ചു. കടൽക്കാറ്റാണോ കരക്കാറ്റാണോ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? പകൽ സമയമാണ് അവർ പോയത്, അതിനാൽ തന്നെ കടൽക്കാറ്റാണ് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. പകൽ സമയത്ത് കടലിലാണോ കരയിലാണോ ചൂട് കൂടുതൽ? ഉത്തരം കരയിൽ. അടുത്തതായി, കരയിലാണോ കടലിലാണോ രാത്രി വായുവിന് കൂടുതൽ തണുപ്പുള്ളത്? ഉത്തരം കരയിൽ. കടൽക്കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. പകൽ ചൂടേറ്റ് കരയിലെ വായു ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു.
മർദ്ദം കൂടിയ തണുത്ത വായു കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ്. അടുത്തതായി ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റോയ് ആൻഡ് ഹിസ് മദർ ആർ മേക്കിംഗ് ടീ ആൻഡ് റോയ് ഈസ് ഒബ്സർവിംഗ് ആൻഡ് ലിസ്റ്റിംഗ് ദ ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ വൈൽ മേക്കിംഗ് ടീ. കംപ്ലീറ്റ് ദി ടേബിൾ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ ദ വാട്ടർ ബോയിൽസ്, അത് കണ്ടക്ഷനാണ്. ശേഷം ദ വെസൽ ഈസ് ഗെറ്റിംഗ് ഹോട്ട്, അതിന് കാരണം കൺവെക്ഷൻ ആണ്. അടുത്തതായി ഇവിടെ റേഡിയേഷൻ എന്ന് നൽകിയിട്ടുണ്ട്, അപ്പോൾ ഫീലിംഗ് ഹോട്ട്. അടുത്ത ചോദ്യം: റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ഗുഡ് കണ്ടക്ടേഴ്സ്. നല്ല ഗുഡ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് എഴുതാനുള്ളത്. ഉത്തരം അലുമിനിയം, അയൺ. അടുത്ത ചോദ്യം: വാട്ട് ഈസ് ദ റോൾ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ? ആൻസർ: മോളിക്യൂൾ സെർവ് ആസ് ദ മീഡിയം. Activity 2. Some organs in our digestive system are listed below. Questions: in which part of the digestive system is the digestion of food completed? Answer: small intestine. Next question: what is peristalsis? It is the wave-like movement of esophageal wall. C question: the canines of carnivores are highly developed. How is this related to their dietary habits? Answer: they use it for biting and tearing meat. Next question: complete the flowchart by including the stages of nutrition. First, ingestion. Next, digestion. Next, absorption, assimilation, and finally egestion. Activity 3. Manu's mother said that he is suffering from fever. Which instrument is used to measure Manu's body temperature? Answer: thermometer. Next question: what are the units of temperature? Answer: degree Celsius and degree Fahrenheit. Next question: what is the normal human body temperature? Answer: 37 degrees Celsius. Last question: which instrument is used to measure temperature in the laboratory? Answer: laboratory thermometer. Activity 4. Observe the model of the lung. You may also have prepared a model of the lungs. Questions: in this model, which part of the respiratory system is indicated by the balloons attached to the Y tube? Answer: lungs. Inhaled air contains 21% oxygen, whereas exhaled air contains 15% oxygen. What is the reason of this difference? Answer: the oxygen is used for body activities. Next question: arrange the given statements in the table. It classified into two: inhalation and exhalation. First, inhalation points are: atmospheric air enters the lungs. Next, the volume of the thoracic cavity increases. The pressure in the thoracic cavity decreases. Exhalation: the air from the lungs moves out. The volume of the thoracic cavity decreases. The pressure in the thoracic cavity increases. Activity 5. Look at the picture of the periscope made by a student in the class. Are there any defects in the construction of the periscope? Explain. It is wrong. The polished part of the mirror is facing the tree. ഇവിടെയുള്ള ഈ മിററിൻ്റെ ബാക്ക് ഭാഗമാണ് ട്രീക്ക് അഭിമുഖമായി കാണുന്നത്. എന്നാൽ ഇതിങ്ങനെ വയ്ക്കുകയല്ല വേണ്ടത്, ഇത് തിരിച്ചു വയ്ക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ചോദ്യം: ഡ്രോ ദ ഇമേജ് കറക്റ്റ്ലി ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ദ പാത്ത് ഓഫ് ലൈറ്റ്. ഇവിടെ ഈ ദർപ്പണം തിരിച്ചു വെച്ചാൽ
പെരിസ്കോപ്പ് വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്? ആൻസർ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. Activity 6. A child in a barber shop could see his reflection in both front, behind, and side mirrors. A question, which phenomenon allows the child to see his reflection everywhere? Answer multiple reflection. B question, what is the relationship between angle between two plane mirrors and the number of images? Answers, when the angles increase, number of images decreases. Complete the table. Here gives angle and number of images. First one 30 degree. Then we use the equation, that is 360 divided by x minus 1. We putting the value of x as 30. 360 divided by 30 is 12. 12 minus 1 is 11. So the number of images are 11. Next one 60 degree. Number of images are 5. The angle is 90 degree. Number of images are 3. And last, the angle is 120 degree. Number of images is 2. Next, activity 7. Complete the table below related to the blood circulation system. Here, blood cells and part of circulatory systems are classified. First, blood cells. Answer, red blood cells, white blood cells, and platelet. And the parts of circulatory system are heart, blood vessels. Next question, which component gives blood its red color? Answer, hemoglobin. C question, what are the measures to be taken to maintain heart health? Write any two. Good food habits and regular exercise. Activity 8. Raju went to the beach with his father at 11 a.m. and spent a few hours there. Questions, what is the sea breeze? Was it a sea breeze or land breeze they experienced? Answer, sea breeze. Next question, is it hotter during the day on the land or the sea? Answer, land. Which has colder air at night, the land or the sea? Answer, land. How does a sea breeze occur? Answer, the sea breeze air over the sea is cooler compared to that over the land. As the warm air over the land rises up, the cold air over the sea moves upward towards the place the sea breeze formed. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.